2015 മുതൽ 2022 വരെ ലോകത്താകമാനം സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ ക്രൈം ലീഗൽ ഡ്രാമ സീരീസാണ് ബെറ്റർ കോൾ സോൾ. 6 സീസണുകളിലായി 63 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. 2008 മുതൽ 2013 വരെ സംപ്രേഷണം ചെയ്യപ്പെട്ട് വമ്പൻ ഹിറ്റായി മാറിയിട്ടുള്ള ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസിന്റെ സ്പിൻ ഓഫ് കൂടിയാണ് ഈ ഒരു ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന സീരീസ്. പേര് സൂചിപ്പിക്കും പോലെ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസിലെ സോൾ ഗുഡ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലോയർ കഥാപാത്രമാണ് ഇതിലെ കേന്ദ്രബിന്ദുവായിട്ട് വരുന്നത്. ബ്രേക്കിംഗ് ബാഡിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ഈ ഒരു സോൾ ഗുഡ്മാൻ എങ്കിലും സോളിന്റെ ജീവിതമോ ആശയങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർച്ച താഴ്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബ്രേക്കിംഗ് ബാഡിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബെറ്റർ കോൾ സോളിലേക്ക് എത്തുമ്പോൾ ഡ്രഗ് മാഫിയകൾ അവരുടെ ഫൈറ്റുകൾ തുടങ്ങിയ പ്ലോട്ടുകൾക്കൊപ്പം തന്നെ സോളിന്റെ കുട്ടിക്കാലം മുതൽ സോൾ എന്ന ജെയിംസ് മോർഗൻ മഗിൽ ഇപ്പോഴത്തെ സോളായി മാറിയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ സീരീസിൽ കാണാൻ കഴിയും. കുറച്ച് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ഈ ഒരു ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന സീരീസ് കുറച്ച് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ഈ സോളിനോടൊപ്പം മറ്റൊരു പാരലൽ സ്റ്റോറി, ഇതിന്റെ സ്റ്റോറിയാണ് സെന്റർ അട്രാക്ഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു പാരലൽ സ്റ്റോറി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ബാഡിലെ തന്നെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ഇമ്പോർട്ടന്റ് കഥാപാത്രമായിട്ടുണ്ടായിരുന്ന മൈക്കിളിന്റെ ജീവിതമാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയാണ് ഇതിന്റെ പാരലായിട്ട് ഇതിനകത്ത് വരുന്നത്. തീർത്തും അസാധാരണവും ആകാംക്ഷ ഉണർത്തുന്ന ഒരു ക്യാരക്ടറുമായിരുന്നു ഈ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസിനകത്ത് ഗുസ്താവോ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സഹായി ആയിട്ടുണ്ടായിരുന്ന മൈക്ക്. ആ ഒരു അസാധാരണത്വം, ആ ഒരു ആകാംക്ഷ, അതൊക്കെ നമുക്ക് ഈ ഒരു മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ബെറ്റർ കോൾ സോളിലും അതേ രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പടി കൂടി കടന്നു ഒരു മാഫിയ തലവന് വേണ്ടി പ്രവർത്തിക്കുന്ന പഴയ പോലീസ് ഓഫീസറായ ഒരു ക്രിമിനൽ എന്നതിലുപരി മൈക്കിൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. സോളിന്റെ പാർട്ട്ണറായ കിം വെക്സ്ലർ, സോളിന്റെ ബ്രദർ ആയിട്ടുള്ള ചാൾസ് മഗിൽ തുടങ്ങിയവരാണ് ഈ ഒരു സീരീസിലെ മറ്റു 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഈ 2 പേരുമായിട്ട്, ഈ 2 കഥാപാത്രങ്ങളുമായിട്ട് സോൾ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനുള്ള ബന്ധം അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു കണക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ഈ ഒരു സീരീസിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി അസാമാന്യം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഇതിനകത്ത് ഇവര് തമ്മിലുള്ള ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു പിക്ചേഴ്സ് പോലെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു സീരീസിനകത്ത്. ബ്രേക്കിംഗ് ബാഡിലെ പോലെ തന്നെ പകരം വെക്കാനില്ലാത്ത അടിപൊളിയായിട്ടുള്ള ഫ്രെയിമുകളും ഷോട്ടുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു സീരീസിലും ഉള്ളത്. നിയമവും ലീഗൽ പ്രൊഫഷനുമാണ് ഈ ഒരു സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കോടതി രംഗങ്ങളും ലീഗൽ പ്രൊഫഷനിലുള്ള ഇടിവലികളും ഉയർച്ച താഴ്ചകളും കേസുകളെ സമീപിക്കുന്ന രീതിയുമൊക്കെ ഈ ഒരു സീരീസിൽ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസ് ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസിന്റെ ഒരേ സമയം സീക്വലായിട്ടും അതുപോലെ തന്നെ പ്രീക്വലായിട്ടും കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സീരീസിന്. ബെറ്റർ കോൾ സോളിന്റെ അവസാനത്തെ സീസൺ ഒഴിച്ച് ബാക്കിയുള്ള സീസണുകളൊക്കെ തന്നെ ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ടില്ലെങ്കിലും കാണാവുന്നതാണ്. അതിന്റെ അവസാനത്തെ സീസൺ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാനത്തെ സീസണിലെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് കൂടി കണ്ടിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ, ആ ഒരു സീസൺ വരെയുള്ള കാര്യങ്ങൾ ബ്രേക്കിംഗ് ബാഡ് കണ്ടില്ലെങ്കിലും നമുക്ക് കാണാം. അത് അത്തരത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ക്രൈം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ലീഗൽ പ്രൊഫഷൻ, ക്രൈം, കോടതി ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന സീരീസ് എടുത്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.